പ്രിയ പ്രേക്ഷകരെ, നമ്മൾ നമുക്ക് ചുറ്റുമെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ച് റംസാൻ മാസം എന്ന് പറയുന്നത് നോമ്പ് അനുഷ്ഠിക്കുന്ന മാസമാണ്. നാം സാധാരണ എല്ലാ പള്ളികളിലും കാണുന്നത് പോലെ തന്നെ പെരിങ്ങം മുസ്ലിം ജുമാഅത്ത് പള്ളിയിൽ അങ്കണത്തിൽ നോമ്പുകാർക്ക് നോമ്പ് മുറിക്കുന്നതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇതിലെടുത്തു പറയേണ്ടതും നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നതുമായ ഒരു കാഴ്ച, നോമ്പ് ഒന്നിന് തന്നെ എല്ലാ ദിവസവും 5:30 ഇവിടെ കുഞ്ഞു പൈതങ്ങൾ എത്താറുണ്ട്. അവർ മുതിർന്നവരോടൊപ്പം ഈ വിഭവങ്ങൾ നിരത്തുന്നതിന് ആത്മാർത്ഥമായി സേവന സമർപ്പിതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മക്കളെ, ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ ഒന്ന് പറയുക, മദ്രസ ക്ലാസ്സും പറയുക. പറമോനെ. റസീൻ. നമ്പർ? റസീൻ. നിന്റെ പേര്? മുഹമ്മദ് ആസിഫ്. ക്ലാസ് 5. സൽമാൻ ഫാരിസ്. 2. റഹീസ്. 2. അമീൻ മുഹമ്മദ്. 4. മുഹമ്മദ് ബിലാൽ. 5. അൽ അമീൻ. 3. മുസഫർ അലി. 4. ഇന്ന് നോമ്പുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 10 വിട പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ല് ഖത്തീബ് കാസിം ഫൈസിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദുആ നടന്നുകൊണ്ടിരിക്കുകയാണ്. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇന്നത്തെ ഈ വിഭവങ്ങൾ നമുക്ക് തന്നത് ഒരു സഹോദരൻ്റെ ഉപ്പാരി പേരിലാണ്. അള്ളാഹു തആല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമ്മിലേക്ക് എല്ലാവർക്കും അള്ളാഹു തആല നോക്കി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ വേറെയും ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ട് നമ്മളെ ഉമ്മറക്കാരെ വരെ അങ്ങനെ പല ആൾക്കാരുണ്ട്. നോമ്പിന് 1 മുതൽ 10 ദിവസം ഇവിടെ ചായയും മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന സഹകരിക്കുന്ന നമ്മളെ യുവാക്കൾ, പ്രായമുള്ളവർ, ഒരുപാട് ആൾക്കാരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും റഹ്മത്തിൻ്റെ നോട്ടം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം അള്ളാഹു നമുക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم منا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات رواه آبائنا وأمهاتنا وأقربائنا وإلى حضرات من ماتوا منا خصوصا إلى حضرة من نويناهم يا رب العالمين. اللهم اغفر لهم ورحمهم واعف عنهم وعافهم واكرم نزلهم ووسع مدخلهم وغسلهم بالماء والثلج والبرد ونقهم من الخطايا كما ينقى الثوب الأبيض من الدنس. اللهم أبدلهم دارا خيرا من دارهم وأهلا خيرا من أهلهم وجيرانا خيرا من جيرانهم. اللهم أدخلهم الجنة وأعذهم من عذاب القبر وفتنته ومن عذاب النار. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وذكرنا وانسانا وصغيرنا وكبيرنا يا رب العالمين. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم شهر رمضان.
اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين آمين. اللهم أطعم طعامنا واسقنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين آمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خليله سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്നും ബാങ്കുലിയുടെ ശബ്ദം കാതോർത്തിരിക്കുകയാണ് സത്യവിശ്വാസികൾ. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി എത്തുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ.